വിനോദ് വീണ്ടും വല്ലാതെ അവകാശവാദം ഉന്നയിച്ചു. PMSSY പദ്ധതി MK രാഘവൻ കൊണ്ടുവന്നതാണ്, UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, പണം ആരാ കൊടുത്തത്? നരേന്ദ്രമോദി സർക്കാരിന് രാഷ്ട്രീയ വിരോധം തീർക്കാനാണെങ്കിൽ ആ മെഡിക്കൽ കോളേജിലെ PMSSY ബിൽഡിങ്ങിന് കേന്ദ്രവിഹിതം 80% പണം കൊടുത്തത് നരേന്ദ്രമോദി സർക്കാരാണ്. അതിനുശേഷമാണ് പണി ആരംഭിച്ചത്. പണി അവസാനിക്കുന്നതിന് മുമ്പേ 2019 കോവിഡ് കാലഘട്ടത്തിൽ ഫ്രെയിം വർക്ക് പൂർത്തിയായ സമയത്ത് ഈ 3-4 ജില്ലയിലെ കോവിഡ് രോഗികളുടെ ആശാ കേന്ദ്രമായിട്ട് അതിനെ മാറ്റിയത് കേന്ദ്ര സർക്കാരാണ്, നരേന്ദ്രമോദി സർക്കാരാണ്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. മാത്രമല്ല, ഒരു കാര്യം കൂടെ വിനോദിനോട് ഞാൻ പറയാം. മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, തൊട്ടിപ്പുറത്ത് കോട്ടപ്പുറം ആശുപത്രിയിൽ 30 കോടിയുടെ മറ്റൊരു ബിൽഡിങ് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ എടുത്തു കൊടുത്തതുണ്ട്. വടകര ഗവൺമെൻറ് ആശുപത്രിയിൽ 100 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടക്കുകയാണ്. ഇതൊന്നും അറിയാഞ്ഞിട്ടാണോ? ഇതൊക്കെ MK രാഘവൻ്റെ പേരെഴുതി വെക്കാൻ നിർവാഹമില്ല. പക്ഷേ വിനോദ് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ സമ്മതിക്കുന്നു. ഇത്രയൊക്കെ കോടികൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടും 700-ലധികം അപ്പോയിൻമെൻറ്റ് നടത്തി ആ PMSSY ബിൽഡിങ്ങിനെ ഈ 3-4 ജില്ലയിലെ രോഗികളുടെ ആശ്രയ കേന്ദ്രമാക്കേണ്ട ആ മെഡിക്കൽ കോളേജിൽ PMSSY ബിൽഡിങ്ങിൽ നാളിതുവരെ ആയിട്ടും ഒരു അപ്പോയിൻമെൻറ്റ് പോലും നടത്താത്തത് ഈ സംസ്ഥാന ഗവൺമെൻറ്റാണ്. നിങ്ങൾക്ക് പോയി നോക്കാം. ഇവിടെ 30 കോടിക്ക് എടുത്തിട്ടുള്ള കോട്ടപ്പറമ്പിലെ ആ ബിൽഡിങ്ങും ഇന്ന് അനാഥമായിട്ട് കിടക്കുകയാണ്. 30 കോടി ചെലവഴിച്ച് കേന്ദ്ര സർക്കാർ എടുത്തു കൊടുത്തിട്ടുള്ളൊരു ബിൽഡിങ് അപ്പോയിൻമെൻറ്റ് നടക്കുന്നില്ല, പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളത് ആണ് യാഥാർത്ഥ്യം. എല്ലാ മേഖലയിലും ഇതേപോലെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യൊപ്പ് നമുക്ക് എടുത്തു കാണിക്കാൻ വേണ്ടി സാധിക്കും. മറ്റൊന്ന്, ഇദ്ദേഹം സൂചിപ്പിച്ചത് എന്താ, കേന്ദ്ര സർക്കാർ അർഹതപ്പെട്ടതൊന്നും തരുന്നില്ല എന്നുള്ളത്. തന്നതിൻ്റെ കണക്കാണ്, 3-4 പേജ് ഉണ്ട്, ഞാനത് വായിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ചർച്ചയായ ഇത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റിനെ കുറിച്ചിട്ടാണല്ലോ. 2001-2022 19,891 കോടി രൂപ, 2022-2023 13,174 കോടി രൂപ, 2023-2024 4,749 കോടി രൂപ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡാണ്. GST എന്തുകൊണ്ട് നന്നായിട്ട് പിരിക്കുന്നില്ല? GST ആദ്യത്തെ 2 കൊല്ലം വൈകിപ്പിച്ചതാരാ? ആ 2 കൊല്ലം വൈകിപ്പിച്ചതിന് ശേഷവും ആ 2 കൊല്ലത്തെ ആനുകൂല്യം വേണമെന്ന് കേരള സംസ്ഥാനം മാത്രം വാശി പിടിച്ചാൽ അത് ലഭിക്കുമോ? എന്തിനധികം പറയുന്നു, ഏറ്റവും ഒടുവിൽ ഈ ഫെബ്രുവരി മുതൽ ഇങ്ങോട്ട് ഒരു നയാ പൈസ ഇല്ലാതെ ഫെബ്രുവരിയിൽ 71 കോടി, അതിനുശേഷം ഒരു 4000 കോടി, ഏറ്റവും അവസാനം ഒരു 5000 കോടി കടമെടുക്കാനുള്ള അനുവാദം. ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ ആ സുപ്രീം കോടതിയിൽ പോയപ്പോൾ അവിടെ പരാമർശിക്കൂലേ? ഈ കോട്ടുമാസമൊക്കെ ഇവിടെ നടത്തിയിട്ട് ശക്തമായിട്ടുള്ള പ്രചരണമാണ്. ഇപ്പോൾ പറഞ്ഞു അദ്ദേഹം കേന്ദ്ര സർക്കാരിനെതിരായിട്ടല്ല, RSS BJP എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തിനാണ് അതൊക്കെ വലിച്ചെടുക്കുന്നത് എനിക്കറിയില്ല. കേന്ദ്ര സർക്കാരിനെ പറയുമ്പോൾ സർക്കാരിനെ പറയണം. സർക്കാരിനെതിരായിട്ട് ആഞ്ഞടിക്കുക, പരസ്യമായിട്ട് കോടതിയിൽ പോകുമെന്ന് ഭീഷണിപ്പെടുത്തുക. കോടതിയിൽ പോയിട്ട് ചോദിക്കുക, ഞങ്ങൾക്ക് ലോൺ എടുക്കാൻ അനുവാദം വേണം എന്നല്ലാതെ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ഒരു 5 നയാ പൈസയുടെ കണക്ക് സുപ്രീം കോടതിയിൽ പറഞ്ഞോ വാദിച്ചോ? ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുത്തിട്ടാണല്ലോ വാദിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ വലിയ അർത്ഥമൊന്നുമില്ല. മറ്റൊന്ന് പറഞ്ഞത് BJP ഇവിടെ എണ്ണത്തിലില്ല എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഒന്നും കൂട്ടിയാൽ രാഷ്ട്രീയത്തിൽ 2 ആണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ കഴിഞ്ഞ 2 തവണ ഇവിടെ ജയിക്കേണ്ടത് CPM അല്ലേ ജയിക്കേണ്ടത്? ഇവിടുത്തെ ഒരു മണ്ഡലം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ മണ്ഡലത്തിലും ജയിക്കുന്നത് LDF ആണ്. വടകരയിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ജയിക്കുന്നത് ആരാ? UDF. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഒന്നും കൂട്ടിയാൽ 2 അല്ല. അത് മാത്രമല്ല, ഇതേ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏതാണ്ട് 7 ലക്ഷത്തിലധികം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഗുണഭോക്താക്കളുണ്ട്. 7 ലക്ഷത്തിലധികം, 2 ലക്ഷത്തിലധികം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ആളുകൾ തന്നെയുണ്ട്. BJP-ക്കാർ മാത്രമല്ല. BJP-ക്കാർ മാത്രമല്ല. ഞാൻ ചോദിക്കുന്നത്, ആ ജനങ്ങൾ നരേന്ദ്രമോദിയോട് നന്ദി പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഇവരെന്താ, അവരെ കൈവിട്ടുകളയോ? അതുകൊണ്ട് തീർച്ചയായിട്ടും ജയിക്കാൻ തന്നെയാണ് NDA മത്സരിക്കുന്നത്. ജയം പ്രതീക്ഷിച്ച് തന്നെയാണ് ഞങ്ങളും പ്രവർത്തിക്കുന്നത്.